Good morning, guys. So, what we are going to learn today is a chapter thermal properties of matter. Another thermal properties of matter. See, thermal properties of matter is a very small chapter. ഇത് വളരെ ചെറിയ chapter ആണ്. എന്തുകൊണ്ടാണ്? It's a bridge for the next chapter, which is thermodynamics. Right? After this, we'll be following a very important chapter, thermodynamics. Prior to that, in a sense, thermal properties of matter is very small, but it is significant in a sense you get basics for thermodynamics. Thermodynamicsന്റെ ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തെർമൽ പ്രോപ്പർട്ടീസിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. അപ്പം ഞാൻ വളരെ ചെറിയ വീഡിയോ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്യണതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് പറയണത് മാത്രം ഒന്ന് ആദ്യം ശ്രദ്ധിക്കുക. ഇവിടെ തെർമൽ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹീറ്റ്, ടെമ്പറേച്ചർ എന്ന വാക്കുകൾ അല്ലേ, വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദ ടേംസ് ഓഫ് ഹീറ്റ്, ടെമ്പറേച്ചർ എക്സെട്ര. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദർ ആർ ടു ടേംസ്, heat and temperature, very important two terms, and we are going to deal these two guys in detail here. ഇത് തന്നെയാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ തെർമോഡൈനാമിക്സിൽ വല്ലാണ്ട് ഡീപ്പിൽ പോവുക. വിൽ ഗോ ഡീറ്റെയിൽസ് ഇൻ ടു തെർമോഡൈനാമിക്സ് സെക്ഷൻ, ദ സെയിം ടോപ്പിക്സ്. ബട്ട് ഇൻ സെൻസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. നമുക്കറിയാം ചൂടുകാലത്ത് അല്ലെങ്കിൽ സമ്മർ സീസൺ ഇറ്റ് ഇസ് വെരി ഹോട്ട് യു വിൽ സേ, ആൻഡ് ഡ്യൂറിങ് വിന്റർ സീസൺ യു വിൽ സേ ഇറ്റ് ഇസ് വെരി കോൾഡ്. So you know there is two words, heat and temperature. But in terms of physics, or if you are asked in terms of science, temperature and heat are not same. Even if you know that നമ്മൾ സാധാരണ ലോക്കലായിട്ട് സംസാരിക്കുമ്പോൾ ഈ ചൂടാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഉദ്ദേശിക്കും, നമ്മൾ ടെമ്പറേച്ചറിൽ പറയണത് അല്ല കേട്ടോ. ഇത് രണ്ടും രണ്ടായിട്ടാണ് നിങ്ങൾ കാണണം. Someone ask you what is temperature? What do you mean by temperature എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ ഈസ് ആക്ച്വലി എ മെഷർമെൻറ്റ് അല്ലെ, അളവാണ് എന്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്. ഒരു വസ്തു എത്രത്തോളം ചൂടുള്ളതാണ് അല്ലെങ്കിൽ ഒരു വസ്തു എത്രത്തോളം കോൾഡ് ആണ് എന്ന് പറയുന്ന മെഷറിങ് ക്വാണ്ടിറ്റിയാണ് ടെമ്പറേച്ചർ. റൈറ്റ്? സോ മെഷർമെൻറ്റ് അല്ലെങ്കിൽ മെഷറിങ് ഓർ മെഷർ ഓഫ് ഡിഗ്രി of hotness or coldness of an object or a system, that is known as temperature. ഇപ്പം എൻ്റെ കയ്യിലൊരു ഗ്ലാസ് ചായ ഉണ്ട്, അത് എത്ര ചൂട്, അത് എത്ര മാത്രം, എത്ര വാല്യൂ ആണ് അതിന്, 100 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടോ അല്ലെ, ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അതാണ് ടെമ്പറേച്ചർ. അപ്പോൾ എന്താണ് ഹീറ്റ്? ഹീറ്റ് എന്ന് പറഞ്ഞാൽ എനർജിയാണ് അല്ലേ. എനർജി എന്ന സെൻസ് ഇപ്പോൾ നോക്കുക, എൻ്റെ കയ്യിലൊരു കപ്പ് ഉണ്ട് കേട്ടോ, ഒരു കപ്പ് ചായയാണ്, നല്ല ചൂട് ചായ. ഞാൻ അത് കുടിക്കാൻ കൊണ്ടുവന്ന് വെച്ചത്. ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ വിച്ച് ഇസ് വെരി ഹോട്ട്. സോ ആഫ്റ്റർ സം ടൈം യു ലീവ് ഇറ്റ്, യു ഫീൽ ദാറ്റ് ദ ഹോട്ട് ടീ ഹാസ് ബിക്കം നൗ കോൾഡ്. വൈ? ബിക്കോസ് ദർ ഹാസ് ബീൻ എൻ എനർജി ട്രാൻസ്ഫർ ഫ്രം ദ കപ്പ് ഓഫ് ടീ ടു സറൗണ്ടിങ്സ് അല്ലേ. സറൗണ്ടിങ്ങിലേക്ക് ഒരു എനർജി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ എനർജി ട്രാൻസ്ഫർ ചെയ്തത് ഹീറ്റിൻ്റെ രൂപത്തിലാണ് അല്ലേ. ഹീറ്റ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ഫ്രം ദ കപ്പ് ഓഫ് ടീ ടു ദ അറ്റ്മോസ്ഫിയർ അല്ലേ. സോ ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി, റൈറ്റ്? ഫോം ഓഫ് എനർജി വിച്ച് ഇസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ടു സിസ്റ്റംസ്. സിസ്റ്റം എന്ന് പറയുന്നത് എന്താണോ, ദി കപ്പ് സിസ്റ്റമായിട്ട് കാണണം. ഈ പുറത്തുള്ള സറൗണ്ടിങ്സ് അതൊരു സിസ്റ്റമായിട്ട് കാണാം, അല്ലെങ്കിൽ നിങ്ങൾ സറൗണ്ടിങ് ആയിട്ട് തന്നെ കണ്ടോ അല്ല. അപ്പോൾ ഒരു സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എന്ത് ചെയ്യാം, എനർജി ട്രാൻസ്ഫർ നടന്നിരിക്കുന്നു. ആ എനർജി ട്രാൻസ്ഫർ നടന്നിട്ടുള്ള ഫോം അല്ലേ, ദ ഫോം ഓഫ് എനർജി ട്രാൻസ്ഫർ, ദാറ്റ് ഈസ് നോൺ ആസ് ഹീറ്റ് അല്ലേ. സിമ്പിൾ അല്ലേ. അപ്പോൾ ഹീറ്റിന് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ട് ഒരുപാട് യൂണിറ്റ്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റ് ജൂളാണ് അല്ലേ. അത് കഴിഞ്ഞ് ടെമ്പറേച്ചറിലേക്ക് വരും. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഒരു ജൂള് എത്ര കാലറി, അല്ലെങ്കിൽ ഒരു കാലറി എത്ര ജൂളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലറി 4.8 ജൂളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കിലോ കാലറി എത്ര കാലറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര, 1000 കാലറി. ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ അല്ലേ. ഇതൊക്കെ ബേസിക് ഹീറ്റിൻ്റെ യൂണിറ്റുകളാണ്. എന്നാൽ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോഴാണ് ഇച്ചിരി പണിയുള്ളത് കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചർ അറിയാവുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഡിഗ്രി സെൽഷ്യസ് അറിയാം, ഡിഗ്രി കെൽവിൻ അറിയാം. ഓക്കെ, എഴുതിയത് വൃത്തിയായില്ല.
ഫാരൻഹീറ്ററിനൂടെ അല്ലേ? ഈ 3 സ്കെയിലുകളും നിങ്ങൾക്കറിയാം. അപ്പോൾ എന്താ ടീച്ചറെ സ്കെയിലും ഒന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തെർമോമീറ്റർ എന്ന കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് തെർമോമീറ്റർ കേട്ടോ? എന്താണ് തെർമോമീറ്റർ? വല്ല വഴിയുണ്ട് അറിയോ? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം. ദ മെറ്റീരിയൽ ഓർ ആൻ ഒബ്ജെക്റ്റ് ഓർ എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് നോൺ ആസ് തെർമോമീറ്റർ. And the branch of science, right, which deals with the study of temperature is known as thermometry. എന്താണ് തെർമോമെട്രി? റൈറ്റ്. അപ്പോൾ ഏതൊരു വസ്തുവിൻ്റെയും ടെമ്പറേച്ചർ അളക്കുന്നത്, റൈറ്റ്, അളക്കുമ്പോൾ അത്ഭുതകരമായിട്ട് യു സീ ദാറ്റ് യു ഗെറ്റ് ദ ടെമ്പറേച്ചർ റീഡിങ്. മീൻസ് ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? ഐ എം സീയിങ് ഓർ ടോക്കിംഗ് അബൌട്ട് എൻ അനലോഗ്. സാധാരണ നമ്മുടെ കയ്യിലുള്ള മെർക്കുറി തെർമോമീറ്ററാണ്, ഡിജിറ്റൽ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ മെർക്കുറി തെർമോമീറ്ററാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു തെർമോമീറ്ററിൻ്റെയും ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതായത് എന്തിനെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ അത് തെർമൽ എക്സ്പാൻഷനെ ബേസ് ചെയ്താട്ടാണ്. ഇതാണ് തെർമൽ എക്സ്പാൻഷനെ ബേസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക, എന്താ തെർമൽ എക്സ്പാൻഷൻ? വാട്ട് ഡു യു മീൻ ബൈ തെർമൽ? തെർമൽ മീൻസ് something related to heat, and due to heat there happens expansion, that is known as thermal expansion അല്ലേ? അപ്പോൾ ഏതൊരു വസ്തുവും ചൂടാക്കി കഴിഞ്ഞാൽ അത് വലുതാവും. അപ്പോൾ സോളിഡ് ഉണ്ട്, there are solid, there is liquid and there is gas. These 3 materials, solid, liquid or gas, they expand when you are giving it heat. ഇപ്പോൾ സോളിഡ് ആണ് എടുക്കുന്നത്. if you consider solid, each particles are very very closely packed. What happens when you heat it? The particles get distant അല്ലേ? അവർക്ക് എനർജി കിട്ടുന്നു. എനർജി കിട്ടുമ്പോൾ എന്താണ്? അവർ തമ്മിൽ വൈബ്രേഷനായി ഇടിച്ച് കുടിച്ച് പിഴായിക്കും. അപ്പോൾ എന്ത് ചെയ്യും? കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്യും. ഇതേമാതിരി തന്നെയാണ് ലിക്വിഡും അല്ലേ? ലിക്വിഡിൽ പക്ഷേ എന്താ, ഓൾറെഡി ആറ്റം അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾ തന്നെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, വല്ലാണ്ട് സ്പേസിന് വേണ്ടി അവർ അടിപിടി കൂടും. അപ്പോൾ പിന്നെ അവരെ സൈസ് കൂടി. ഗ്യാസ് എന്ന് പറഞ്ഞാൽ പൂരമാണ്. എന്താണ്, അവന് ഓൾറെഡി വല്ലാണ്ട് സ്പേസ് ആണ്. പാർട്ടിക്കിൾസ് വെരി വെരി ഫ്രീ, ദർ ഇസ് നോ ബോണ്ടേജ് ബിറ്റ്വീൻ ദം. സോ വെൻ യു ഹീറ്റ് ഇറ്റ് യു ഗിവ് ഇറ്റ് എക്സ്ട്രാ എനർജി, ദേ ആർ ഫോഴ്സ് ഓർ യു ആർ ഗിവിങ് ഇറ്റ് ഫ്രീഡം അല്ലേ? അപ്പോൾ അതിങ്ങനെ ഓടിച്ചാടി നടക്കും. അപ്പോൾ എനിക്ക് പറയാം, ഏറ്റവും കൂടുതൽ തെർമൽ എക്സ്പാൻഷൻ കിട്ടാൻ പോകുന്ന ആളാരാ? ഗ്യാസാണ്. Gas is the material which get maximum thermal expansion, and the second guy is liquid. Least thermal expansion ഉള്ള ആൾ സോളിഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമായ തെർമോമീറ്ററിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ലിക്വിഡും ഗ്യാസ് തെർമോമീറ്ററുമാണ്. ഓക്കെ, ലിക്വിഡ് തെർമോമീറ്ററും ഗ്യാസ് തെർമോമീറ്ററുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. അതിൽ നമുക്ക് കൂടുതൽ അനുഭവം അല്ലെങ്കിൽ അറിയുന്നത് ലിക്വിഡ് തെർമോമീറ്ററാണ്. അതായത് നമ്മുടെ മെർക്കുറി തെർമോമീറ്റർ എന്ന് പറയുന്ന സാധനം ഉണ്ട് അല്ലേ? മെർക്കുറിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ്സ് എ ലിക്വിഡ് മെറ്റൽ അല്ലേ? ഇറ്റ്സ് എ ലിക്വിഡ് മെറ്റൽ. അപ്പോൾ നമ്മൾ മെർക്കുറി തെർമോമീറ്റർ വെച്ചിട്ടാണ് ഇനി കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ലിക്വിഡ് തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഫോർമുല ഇരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും സാധനം അല്ലേ? ഇതിൻ്റെ അറ്റത്ത് കുറച്ച് സിൽവർ കളറിലുണ്ടാവും. പിന്നെ ഒരു ട്യൂബ് മാതിരി കാണും നിങ്ങൾ. അപ്പം നിങ്ങൾ ഏതെങ്കിലും സാധനത്തിൻ്റെ ചൂടളക്കാൻ വേണ്ടി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂബിൽ കൂടെ മെർക്കുറി പൊങ്ങിപ്പോണത് കാണും. ഈ പൊങ്ങണത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് എക്സ്പാൻഡിങ്, റൈറ്റ്? ദിസ് പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ് ഓർ യൂട്ടിലൈസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അപ്പോൾ എക്സ്പാൻഷൻ്റെ ഡീറ്റെയിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയൂ കേട്ടോ. പക്ഷെ ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ മെഷർമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന മെഷറിംഗ് ഡിവൈസ്. ഇപ്പോൾ നിങ്ങൾ ഇത്ര ചൂട് 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ ബേസിക്കാണ് കേട്ടോ പറയാൻ പോണത്. അപ്പോൾ ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക്കിന് ടെമ്പറേച്ചർ സ്കെയിൽസ് എന്ന് എഴുതി വയ്ക്കുക. ഹെഡിങ് എന്താണ്? ടെമ്പറേച്ചർ സ്കെയിൽസ്. വാട്ട് ഡു യു മീൻ ബൈ ടെമ്പറേച്ചർ സ്കെയിൽസ്? അതായത് ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി നിങ്ങൾക്ക് പല പല വഴികളുണ്ടെന്ന്. ഇപ്പോൾ നമുക്ക് നീളം അളക്കാൻ വേണ്ടിയിട്ട് ടേപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്കെയിൽ ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ ടേപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഞ്ചിൽ പറയാൻ പറ്റും നീളം.
സ്കെയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ സെൻറ്റിമീറ്ററിലാണ് അളവ് പറയുക അല്ലേ. അപ്പോൾ അതേമാതിരി എനിക്ക് ഒരു വസ്തുവിൻ്റെ in order to say that this temperature is this much, right, you can term it as this substance is having a temperature in degrees Celsius. You can talk the same in Fahrenheit or you can talk the same up in നമ്മുടെ കെൽവിനിൽ പറയാം. അപ്പോൾ അതിൽ ഇനിയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയാണ്. ഫോർ എനി ടെമ്പറേച്ചർ സ്കെയിൽസ്, റൈറ്റ്, ഫോർ എനി ടെമ്പറേച്ചർ സ്കെയിൽസ് T minus T0/N is constant. ഇതൊന്നും മനസ്സിലായിട്ടില്ല, പറഞ്ഞാണ് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് എന്താണെന്ന് അറിയണ്ടേ? അതായത് T എന്നാൽ what do you mean by T? T is the temperature which you are going to find. ഇപ്പോൾ എനിക്ക് എൻ്റെ ടെമ്പറേച്ചർ അളക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഞാൻ കൊണ്ടുപോയിട്ട് തെർമോമീറ്ററിൻ്റെ വായ വയ്ക്കും. അപ്പോൾ ആ തെർമോമീറ്ററിൽ കാണിക്കാൻ പോകുന്ന റീഡിങ് ആ സമയത്തെ അതാണ് T. എന്താണ് T0? T0 എന്ന് പറഞ്ഞാൽ ഐസ് പോയിൻ്റ്. ഐസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ടെമ്പറേച്ചറിലാണ് വെള്ളം ഐസ് ആകുന്നത്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വാട്ടർ ടേൺസ് ടു ഐസ്, ദാറ്റ് ഈസ് T0. ദാറ്റ് ഈസ് കോൾഡ് ഐസ് പോയിൻ്റ്. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ N? N is the difference or the interval between ice point and steam point. Steam point എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം നീരാവിയാവുക, സ്റ്റീം ആകുന്ന ടെമ്പറേച്ചർ കേട്ടോ. ഒന്നും മനസ്സിലാവില്ല, ഇതാകെ ടേംസ് മാത്രം മനസ്സിലാക്കി വയ്ക്കുക ഇപ്പോൾ തൽക്കാലത്തേക്ക്. അപ്പോൾ ഇനി ഓരോന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കട്ടെ. ഇത് ഏതൊരു ടെമ്പറേച്ചർ സ്കെയിൽ എടുത്താലും ഈ ഇക്വേഷൻ കോൺസ്റ്റൻ്റ് ആവണമെന്നാണ് പറയുക. അപ്പോൾ ഇനി ആദ്യം ഞാൻ എടുക്കാൻ പോകുന്ന സ്കെയിൽ നമുക്ക് കൂടുതൽ പരിചയമുള്ള സെൽഷ്യസ് സ്കെയിലാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. സെൽഷ്യസ് സ്കെയിൽ ഞാനിവിടെ ഒന്ന് വൃത്തിയിൽ വരച്ചോട്ടെ. ഞാനിങ്ങനെ വരയ്ക്കണം കേട്ടോ. സെൽഷ്യസ് സ്കെയിലിൽ നിങ്ങൾക്ക് ഐസ് പോയിന്റ് പറയാൻ പറ്റും. ക്യാൻ യു ടെൽ മീ വാട്ട് ഇസ് ഐസ് പോയിന്റ് ഓഫ് എ സെൽഷ്യസ് സ്കെയിൽ? ഇറ്റ് ഇസ് 0 degree Celsius, right? That is the temperature at which the ice becomes or water turns to ice. And what is the boiling point or the steam point? That is 100 degrees Celsius. So let's talk about, and what is the difference between ice point and boiling point or steam point? I would say it is 100. Let's build this equation. Let's write this equation for this Celsius scale. TC. Why did I write in TC? എന്താ ഞാൻ ടീന്ന് എഴുതാൻ TC എന്ന് എഴുതിയത്? സെൽഷ്യസ് സ്കെയിലിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോണ ടെമ്പറേച്ചർ TC മൈനസ് എന്താ T0 എന്ന് പറഞ്ഞാൽ ഐസ് പോയിന്റ്. വേഗം എഴുതിക്കോ, 0 ഡിവൈഡഡ് ബൈ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ? 100 അല്ലേ. ഇത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ സെൽഷ്യസ് കഴിഞ്ഞു കേട്ടോ. സെൽഷ്യസ് കഴിഞ്ഞ് നമുക്കിനി കൂടുതൽ പരിചയമുള്ള ആളെടുക്കാം. കെൽവിൻ സ്കെയിൽ എടുക്കാം. കെൽവിൻ സ്കെയിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കെൽവിൻ സ്കെയിലിൽ ഐസ് പോയിൻ്റ് എന്ന് പറയുന്നത് 273 ഡിഗ്രി കെൽവിനിലാണ് നിങ്ങൾ വെള്ളം ഐസ് ആകുന്നതായിട്ട് കാണുന്നത് അല്ലേ. 273 ഡിഗ്രി കെൽവിനിൽ. എന്നാൽ വെള്ളം തിളയ്ക്കുന്നത് നിങ്ങൾ കാണുന്നത് 373 കെൽവിനിലാണ്. ദിസ് ഇസ് ദ സ്റ്റീം പോയിന്റ്. ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 points? ഇറ്റ് ഇസ് 100. So can you write the same equation for Kelvin? It is TK, that is temperature in Kelvin, minus what is the freezing point? 273. And what is the interval? It is 100. That is constant, right? And let's move on to the next scale, that is what? Fahrenheit. For Fahrenheit, what is the ice point? See, for Fahrenheit, the ice point is 32 degree Fahrenheit, whereas the steam point is what? 212 Fahrenheit. And the division is how much? 180, or the interval is 180. So you can write the same equation for it. That is TF, that is degree or temperature in Fahrenheit, is minus 32. That is the ice point divided by the scale or division or the interval is 180. I will write it as constant. Now I have written 3 equations on what is the significance of these equations which we have written here. എന്താണ് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കോൺസ്റ്റൻ്റ് ആണല്ലേ അല്ലേ? ഇത് കോൺസ്റ്റൻ്റ് അല്ലടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇക്വേഷൻ്റെയും എന്താ? Okay, you see its right side, right? The right side section, this much section was same. So I can
make sure to remove and equate these three guys. Right? I'm going to equate three equations, right? Equal to. So this indicates that I can convert a scale from degree Celsius to Kelvin or Kelvin to Fahrenheit and whatsoever. അതായത് എൻ്റെ കയ്യിൽ ഒരാൾ പറയാണ്, എൻ്റെ കയ്യിലൊരു തെർമോമീറ്റർ ഉണ്ട്, ആ തെർമോമീറ്റർ കൊണ്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഞാൻ അളന്നപ്പോൾ അതിൽ 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് കാണുന്നു. That is, a cup of water is now currently having 20 degrees Celsius as per me. You are asked what will be the same cup of water's temperature but in Fahrenheit എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ നല്ല ഐശ്വര്യമായിട്ട് ഈ ക്വസ്റ്റനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവർ രണ്ടുപേരും മാത്രം നോക്കുക. എന്നിട്ട് എന്ത് എഴുതുക? 20 മൈനസ് 0 അല്ലേ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ TC ആണ് 20 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ്, അതാണല്ലോ ചോദ്യം, -32 ഡിവൈഡഡ് ബൈ 180 അല്ലേ 20 ഇത് വെട്ടി 36 ഈക്വൽ ടു TF -32 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മെഷർ ചെയ്ത ടെമ്പറേച്ചർ 68 എന്ന് വരും. എന്താണ് 68ൻ്റെ സിഗ്നിഫിക്കൻസ്? ഇതിൻ്റെ അർത്ഥം ഈ ടെമ്പറേച്ചർ സ്കെയിലിൽ നിങ്ങൾ 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് കണ്ട വാല്യൂ, ആ ടെമ്പറേച്ചർ തന്നെയാണ് എന്ത് ഫാരൻഹീറ്റിൽ 68 വന്നിരിക്കുന്നത്. Right? So in temperature scale it is 20 degrees Celsius, in Fahrenheit scale it is 68 degree Fahrenheit. Same we can do for the Kelvin scale also. Kelvin scale നമ്മൾ എന്ത് എഴുതുക? ഇതേമാതിരി നോക്കിയാൽ നിങ്ങൾ എങ്ങനെ എഴുതുക? ഡിഗ്രി സെൽഷ്യസ് ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുക, ഇത് ഈ രണ്ട് ഇക്വേഷൻ TC അല്ലേ, അത് 20 അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്, ആ 20 അങ്ങനെ തന്നെ എഴുതിക്കുക. 20 മൈനസ് 0 ഞാൻ ഇനി എഴുതണ്ടല്ലോ, അറിയണമല്ലേ, ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു Kelvin temperature -273 ഡിവൈഡഡ് ബൈ 100 വെട്ടിയെ സുഖമായില്ലടൂ. അപ്പോൾ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ വിൽ ബി ഈക്വൽ ടു 20 ആഡ് ചെയ്യുക 273, അപ്പോൾ 293 293 degree Kelvin. Right? What does it mean? That means temperature in degree Celsius, which is 20 degrees Celsius, in Fahrenheit scale it is 68 degree Fahrenheit, in Kelvin scale it is 293 Kelvin. Right? This is very important in the sense of your what? CBSE school examination portion. Now, along with these three equations, I'm going to bring it down. Right? Along with these three equations, I'm going to show you there are other two scales which is only required for your NEET examinations or entrance preparation. മാത്ര ആവശ്യമുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. അതായത് ഈ ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ ഫാരൻഹീറ്റ് സ്കെയിൽ കൂടാതെ നമുക്ക് 2 സ്കെയിലുകൾ കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് റാങ്കൈനും റീമറുമാണ്. അതിൽ റീമർ എന്ന് പറയുന്നത്, റീമർ സ്പെല്ലിങ് വേണമെങ്കിൽ എഴുതിക്കോ, REAUMUR. ഇറ്റ്സ് അനദർ സ്കെയിൽ, റീമർ സ്കെയിൽ. റീമർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഐസ് പോയിൻ്റ് 0 ഡിഗ്രി റീമറാണ്. പക്ഷേ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ സ്റ്റീം പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 80 ഡിഗ്രി റീമറാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് എഴുതും? ടെമ്പറേച്ചർ ഇൻ റീമർ മൈനസ് ഐസ് പോയിൻ്റ് എത്ര? 0 ഡിവൈഡഡ് ബൈ ഡിഫറൻസ് എത്രയാണ് വരിക? 80 അല്ലേ. അപ്പോൾ ഐശ്വര്യമായിട്ട് ഇവിടെ 50 എഴുതും. എന്നാൽ വേറെ സ്കെയിൽ ഉണ്ട് കേട്ടോ, സോറി. റൈറ്റ്? റീമർ കഴിഞ്ഞിട്ട് വേറെ സ്കെയിലാണെന്ത്? റാങ്കൈൻ എന്ന് പറയും. റാങ്കൈൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഐസ് പോയിന്റ്, റാങ്കൈൻ സ്കെയിൽസ് ഐസ് പോയിന്റ് ഈസ് 460 ഡിഗ്രി റാങ്കൈൻ, whereas its steam point is 672 degree Rankine. So I can write the same temperature equation, temperature in Rankine minus ice point എത്രയാ? 460, 460. And what is the difference between these two values? It is what?
മൈനസ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ 212 212 എന്ന് വരും. സോ ഇൻ ഡിനോമിനേറ്റർ I will write it as 212. So these two equations are not there in your textbook. Rest of them are there in your textbook. So this much equation, if you know, you can convert any temperature scale values to another temperature scale. ഏതൊരു സ്കെയിൽ വാല്യൂസും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആവുമല്ലോ. ഇതിന് ശേഷമുള്ള സാധനം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള സെക്ഷനാണ് എടുത്തത്. വളരെ സിമ്പിളായിട്ട് തന്നെ പഠിച്ചെടുക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കണം കേട്ടോ. കേട്ടല്ലോ? ക്ലിയർ? ഓക്കെ, ബൈ.